സ്വർഗത്തിൽ എത്തിച്ചേരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ബൈബിൾ അറിവ് തരുന്നു. യേശുവിൽ വിശ്വസിച്ച് സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും വേണ്ടി നിലകൊള്ളുന്ന ദൈവജനം സമൂഹത്തിൽ ത്യജിക്കപ്പെട്ടും നിന്ദയും പരിഹാസവും പ്രതികൂലങ്ങളും സഹിച്ചുകൊണ്ട് ഞെരുക്കവും കഷ്ടവും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഭൂമിയിൽ അനുഭവിച്ച യാതനകൾ ഓർക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അതെല്ലാം മറന്നു പോകുമാറുള്ള സന്തോഷം സ്വർഗത്തിൽ ലഭ്യമാകും. തിരുവെഴുത്ത് പറയുന്നു, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മരണമുണ്ടാകുകയില്ല. ഒരു ദൈവഭക്തന് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന നിത്യസന്തോഷവും സൗഭാഗ്യവും ഓർത്ത് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയും. ജീവിത ദുഃഖം ഞൊടി നേരത്തേക്കുള്ളതാണെന്ന് നനച്ചുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നു. അതാണ് ഒരു ദൈവ പൈതലിന്റെ ഭാവി പ്രത്യാശ. അതിനാലത്രേ പൂർവ്വപിതാക്കന്മാർ ആ സ്വർഗീയ നഗരത്തിനായി നോക്കി പാർത്തുകൊണ്ട് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചത്.